തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയ്ക്ക് മുന്നിൽ ഒരു സുരക്ഷയുമില്ലാതെ സ്കൂൾ കുട്ടികളുമായി അധ്യാപകർ. കോഴിക്കോട് ഭാഗത്തുനിന്ന് വിനോദയാത്രയ്ക്കെത്തിയ അധ്യാപകരാണ് സുരക്ഷയില്ലാതെ ആനയ്ക്ക് മുന്നിൽ കുട്ടികളെ ഇറക്കി നിർത്തിയത്. നാട്ടുകാരെത്തി പിന്തിരിപ്പിച്ചതോടെയാണ് കുട്ടികളുമായി അധ്യാപകർ മടങ്ങിയത്. ജെയ്സൺ ചാമളപ്പിൽ നമുക്കൊപ്പം. ജെയ്സൺ ചാമളപ്പിൽ, കാട്ടാനയെ കാട്ടിക്കൊടുക്കുന്നത് ആ കാട്ടാന തിരിഞ്ഞൊന്ന് ആക്രമിച്ചിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെയാണ്. സുജയ, നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ ഏറെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. വളരെ കൊച്ചുകുട്ടികൾ, ഏകദേശം 10-20ഓളം വരുന്ന കുട്ടികൾ, അവർക്കൊപ്പം അധ്യാപകരുണ്ട്. അതിന് തൊട്ട് മുമ്പിലാണ് കാട്ടാന അങ്ങോട്ടാണ് തിരിഞ്ഞേക്കുന്നതാണ് ചെറിയൊരു ആശ്വാസം. അതിരപ്പള്ളി, വാഴച്ചാൽ വനമേഖലകളിലും ജനവാസ മേഖലകളിലൊക്കെ നിരന്തരമായ ആനകളെ കാണുന്നതാണ്. എപ്പോഴും ആനകളെ കാണാൻ കഴിയുന്ന റോഡിലും സമീപത്തെ പ്രദേശങ്ങളിലൊക്കെ ആനകൾ. ഇത്തരം ആന സ്വാഭാവികമായ ഒരു കൗതുകത്തിന് മുകളിൽ പുറത്ത് ഇറങ്ങി നിന്നതാണെങ്കിൽ പോലും അത് ഏറെ അപകടകരമാണെന്നൊരു സാഹചര്യമാണെന്ന് കൂടുതൽ അധ്യാപകരെങ്കിലും ഓർക്കേണ്ടതായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ആ വിഷ്വൽ ദൃശ്യങ്ങൾ തന്നെ അതിൽ വ്യക്തമാണ്. ഏകദേശം ഒരു 100 വാര അപ്പുറത്താണ് കാട്ടാന അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്. നിരവധി കുട്ടികൾ അത് കാണാൻ നിൽക്കുന്നു, അധ്യാപകർ ഫോട്ടോ എടുക്കുന്നു. പിന്നീട് നാട്ടുകാർ ഇത് കണ്ട നാട്ടുകാർക്ക് ഒരു ആശങ്ക തോന്നിയിട്ടാണ് അവരവിടെ നിന്ന് ഒഴിവാക്കി മാറ്റിവിടുന്നത്. ഇത് ഏറെ അപകടകരമായ സാഹചര്യമാണ്. ഒരുപക്ഷെ നാട്ടുകാർക്ക് തോന്നിയ ബുദ്ധി പോലും അധ്യാപകർക്ക് തോന്നിയില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ്. ഒപ്പം നിന്ന് ചിത്രം എടുക്കുകയാണ്. അത് അധ്യാപകരായിരിക്കണമല്ലോ മറ്റു വേഷങ്ങളിൽ കൂടെയുള്ളത്. അപ്പോൾ അവരടക്കം ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ ഇറക്കി നിർത്താമോ? പിന്നീട് അപകടം പറ്റിയതിനു ശേഷം ആനയെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അല്ല വിനോദസഞ്ചാര വേളയിൽ ഒരുക്കേണ്ടത്. അതിൽ കൃത്യമായ ഇടപെടലുകൾ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു അതിഥിയിലേക്ക് പോവുകയാണ്. ഇന്ന്